إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أما بعد فإن خير الحديث كتاب الله وخير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي بنفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وما قدر الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് സൂക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പരിശ്രമിച്ചും പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞുകൂടണമെന്ന് സ്വന്തം നഫ്സിനോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അമലുകൾ ചെയ്ത് അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വളരെ പ്രത്യേകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ അവൻ്റെ ഇച്ഛകൾക്ക് പുറകെ അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. മനുഷ്യൻ അവൻ്റെ ഇച്ഛകൾക്ക് പിറകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് കൊലപാതകങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നരഹത്യകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുന്ന മക്കൾ, ഇങ്ങനെ ഒരുപാട് അരാജകത്വത്തിലൂടെ കാലം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത്. മനുഷ്യനറിയാം ഇതൊന്നും ശരിയല്ല എന്നുള്ളത്.
എന്നാൽ ഖുർആൻ പറഞ്ഞതുപോലെ മനുഷ്യരുടെ ഹൃദയങ്ങൾ അത് പാറക്കല്ലുകളേക്കാൾ കടുത്തുപോയ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിന്മകൾക്ക് മേൽ തിന്മകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നാം പരതുകയും ആ കാരണങ്ങളെ ചികിത്സിക്കുകയും വേണം. സഹോദരന്മാരെ, ദീനിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കാരണങ്ങൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും സുപ്രധാനമായ കാരണമായി തോന്നുന്നത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഗൗരവം അല്ലെങ്കിൽ ഖൗഫ് അഥവാ ഭയം മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റബ്ബിന് നൽകേണ്ട ഗൗരവം നമുക്ക് നൽകാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം, ലോകത്ത് ഒന്നാമത്തെ കൊലപാതകം നടത്തിയ സന്ദർഭത്തിൽ പറഞ്ഞ ഒരു വാചകം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഭൂമിയിലെ ഒന്നാമത്തെ കൊലപാതകം നടത്താൻ ഒരുങ്ങുന്ന സമയത്ത് തിരിച്ച് ഒരു കൊല നടത്താതിരിക്കാൻ എന്താണ് തടസ്സം എന്ന ചോദ്യത്തിന് പറഞ്ഞ ഉത്തരം, ആദമിൻ്റെ മകനാണല്ലോ കൊല നടത്തിയത്. ആ സമയത്ത് ആദം നബിയുടെ പുത്രൻ പറഞ്ഞത്, ലഇം ബസത്ത ഇലയ്യ യദക ലിതഖതുലനി മാ അന ബിബാസിതി യദിയ ഇലൈക ലിഅഖതുലക. അത് വല്ലാത്തൊരു വാക്കാണ്. നീ എന്നെ കൊല്ലാൻ വേണ്ടി എൻ്റെ നേരെ നിൻ്റെ കൈകൾ നീട്ടിയാലും നിന്നെ കൊല്ലാൻ നിൻ്റെ നേരെ എൻ്റെ കൈകൾ നീളുകയില്ല. എന്താ കാരണം? കാരണം പറഞ്ഞത്, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. റബ്ബുൽ ആലമീനെ സംബന്ധിച്ചുള്ള ഖൗഫ്, ഭയം, ഗാംഭീര്യം എൻ്റെ ഉള്ളിൽ നിറയെ ഉള്ളത് കൊണ്ടാണ് നിൻ്റെ നേരെ നിന്നെ വധിക്കാൻ എൻ്റെ കൈ നീളാത്തത്. ആ ഖൗഫ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി ഭരണം നടത്തിയിരുന്ന കാലം ചരിത്രം നമുക്കറിയാം. ആ സമയത്ത് പാലിൽ വെള്ളം ചേർക്കാൻ ആവശ്യപ്പെട്ട മാതാവിനോട് മകൾ എന്താണ് പറഞ്ഞത്? ഇത് ഉമർ കാണുകയില്ലെങ്കിലും അള്ളാഹു കാണുകയില്ലേന്നാ. അതെവിടുന്ന് വന്നതാണ്? അത് ആ ഖൗഫിൽ നിന്നുണ്ടായതാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആട്ടിടയനെ കണ്ടു. ആ ആട്ടിടയൻ യജമാനൻ്റെ ആടുകളെയും തെളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ആട്ടിടയനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ ആട്ടിടയനോട് പറഞ്ഞു, ഈ ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരു ആടിനെ എനിക്ക് തരുമോ? സ്വാഭാവികമായും എന്തു മറുപടി പറയും ആ ആട്ടിടയൻ? തരില്ല, ഇത് എൻ്റെ യജമാനൻ്റെ മുതലാണ്, ഇത് എൻ്റെ യജമാനൻ്റേതാണ്, യജമാനറിയാതെ ഞാൻ ഇതിൽ നിന്ന് ഒരു ആടിനെ തരികയില്ല എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല ഒന്ന് ഉപായം മാറ്റി. എന്നിട്ട് പറഞ്ഞു, നീ നിൻ്റെ യജമാനോടൊരു കാര്യം പറഞ്ഞാൽ മതി, ഒരു ആട്ടിൻകുട്ടിയെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ മതി. ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ എന്ന വലിയ മനുഷ്യനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ആ സാധാരണക്കാരനായ ആട്ടിടയൻ പറഞ്ഞൊരു മറുപടി,
ഒരു ആടിനെ ചെന്നായ പിടിച്ചു എന്ന് യജമാനോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ആട്ടിടയൻ അബ്ദുല്ലാഹിബ്നു ഉമറിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഫഅൈനല്ലാഹ്. അപ്പോൾ അള്ളാഹ് എവിടെ? അള്ളാഹുവിനെക്കുറിച്ചുള്ള ഗാംഭീര്യം, പേടിയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഹറാമുകളിൽ നിന്ന് നമ്മെ തടയുന്നത്. ഈ ഖൗഫാണ്, ഈ പേടി, പടച്ചറപ്പിനെ കുറിച്ചുള്ള ഭയം. മറ്റുള്ളവരുടെ വികാരത്തെയും വിചാരത്തെയും വ്രണപ്പെടുത്തി ഏഷണിയും പരദൂഷണവും പറഞ്ഞു നടക്കുന്നവർ, ആ പറഞ്ഞു നടക്കാതിരിക്കണമെങ്കിൽ പടച്ചറപ്പിനെ കുറിച്ചുള്ള ഭയം വേണം. ഇമാം ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ വാഇദ് എന്ന ഗ്രന്ഥത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. ആ ചെറുപ്പക്കാരൻ ഗല്ലികളിലൂടെ സാധനങ്ങൾ വിറ്റ് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങനെ ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ ഗല്ലികളിലൂടെയും വീടുകളിലൂടെയും സാധനങ്ങൾ വിറ്റ് നടക്കുമ്പോൾ ഒരു സ്ത്രീ ആ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ് തൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ഈ സാധനങ്ങളുമായി ചെറുപ്പക്കാരൻ ഈ സ്ത്രീയുടെ വീട്ടിൽ കയറിയപ്പോൾ അവൾ വാതിലടച്ചു. എന്നിട്ട് ആ സ്ത്രീ ഈ ചെറുപ്പക്കാരനെ തോന്യാസം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു. പക്ഷേ ആ ചെറുപ്പക്കാരൻ വഴങ്ങിയില്ല. ഈ ചെറുപ്പക്കാരൻ വഴങ്ങാത്തത് കണ്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നീ എൻ്റെ ഇംഗിതത്തിന്, എൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഒച്ച വെക്കും, ബഹളമുണ്ടാക്കും. നീ എന്നെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബഹളമുണ്ടാക്കും, ഒച്ചയുണ്ടാക്കും, ആളുകൾ ഓടിക്കൂടും, നിന്നെ കയ്യോടെ പിടികൂടും, നിന്നെ ജയിലിലടക്കും. ഈ സ്ത്രീയുടെ മറുപടി കേട്ടപ്പോൾ ചെറുപ്പക്കാരന് ഒരു ബേജാറുണ്ടായില്ല. ആ ചെറുപ്പക്കാരൻ ഈ സ്ത്രീയോട് ചോദിച്ചു, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം, നിങ്ങളുടെ ടോയ്ലറ്റ് എവിടെയാണ്? അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ടോയ്ലറ്റിൽ പോയി വിസർജ്യമെല്ലാം തൻ്റെ വസ്ത്രത്തിലും ശരീരത്തിലൊക്കെ പുരട്ടി പുറത്തേക്ക് വന്നപ്പോൾ ഈ സ്ത്രീ ഈ വിസർജ്യത്തിൻ്റെ വാസന, ദുർഗന്ധം സഹിക്കവയ്യാതെ ഈ സ്ത്രീ പിന്നെ അലറി വിളിച്ച് ഈ ചെറുപ്പക്കാരനെ വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കി. വീട്ടിൽ നിന്ന് പുറത്താക്കിയ ശേഷം ഈ ചെറുപ്പക്കാരൻ ഗല്ലികളിലൂടെ ഓടുമ്പോൾ ചെറിയ കുട്ടികളിങ്ങനെ ആ ചെറുപ്പക്കാരനെ വിരൽ ചൂണ്ടിപ്പോയി, അതാ ഒരു ഭ്രാന്തൻ പോകുന്നു. ഈ ചെറുപ്പക്കാരൻ തൻ്റെ വീട്ടിലെത്തി വസ്ത്രങ്ങളൊക്കെ കഴുകി, ശരീരത്തിൽ അഴുക്കുകളൊക്കെ കഴുകിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ മനസ്സിൽ പറഞ്ഞത്, അഴുക്കുകൾ മാത്രമല്ല വൃത്തിയായത്, എൻ്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച വിസർജ്യത്തിൻ്റെ അഴുക്കുകൾ മാത്രമല്ല വൃത്തിയായത്, മറിച്ച് താൻ തന്നെ വൃത്തിയായിരിക്കുമെന്നാണ്. നോക്കൂ, ഇതൊരു വല്ലാത്ത സംഭവമാണ്. ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഒരു പാഠമുണ്ട്. അതിലേക്ക് നമ്മൾ എത്തണം. മനുഷ്യൻ, ഇന്നത്തെ കാലഘട്ടത്ത് മനുഷ്യൻ ഈ രൂപത്തിലുള്ള സ്ത്രീകളുടെ പ്രേരണകൾക്ക് വശംവദരായി ആ സ്ത്രീകളുടെ കെണിയിൽ പെടുന്നൊരു കാലഘട്ടമാണ് അല്ലേ? എല്ലാവിധ സാഹചര്യങ്ങൾ ഒത്തുവന്നിട്ടും ഈ ചെറുപ്പക്കാരൻ ഈ രൂപത്തിൽ പ്രവർത്തിക്കേണ്ട കാരണം എന്താ? പേടിയാണ്, ഖൗഫാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന സൂറത്തു നാസിയാത്തിലെ വചനമാണ്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ മഖാമിനെ കുറിച്ചുള്ള ഖൗഫ് ആർക്കെങ്കിലും ഉണ്ടോ? പടച്ച റബ്ബിൻ്റെ മഖാമിനെ കുറിച്ചുള്ള ഭയമില്ല, പക്ഷേ പച്ച വിരിച്ചതും വെള്ള വിരിച്ചതുമായ എല്ലാ മഖാമിനെയും മനുഷ്യൻ ഭയപ്പെടുകയാണ്. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, റബ്ബിൻ്റെ മഖാമിനെ കുറിച്ചുള്ള ഖൗഫ് ആർക്കെങ്കിലും ഉണ്ടോ അവൻ രക്ഷപ്പെട്ടു. റബ്ബിനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, റബ്ബിനെക്കുറിച്ച് കേൾക്കാറുണ്ട്, റബ്ബന എന്ന് വിളിക്കാറുണ്ട്, റബ്ബിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. പക്ഷേ ആ റബ്ബിൻ്റെ മഖാമിനെ കുറിച്ചുള്ള ഭയം എന്താ? റബ്ബിൻ്റെ മഖാം എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് മഹ്ശറയിൽ നിൽക്കുന്ന ഒരവസരം, അതാ റബ്ബിൻ്റെ മഖാം. ആ റബ്ബിൻ്റെ മഖാമിനെ കുറിച്ചുള്ള ഖൗഫ് ഉണ്ടെങ്കിൽ
വനഹൻ നഫ്സ അനിൽ ഹവാ, എല്ലാ ഇച്ഛകളിൽ നിന്നും നമ്മെ തടഞ്ഞു നിർത്താൻ അത് സാധിക്കും. ഈ റബ്ബിൻ്റെ മഖാമിനെ കുറിച്ചുള്ള ഖൗഫ് നമുക്കില്ലെങ്കിൽ നമ്മൾ ഇച്ഛയിലേക്ക് അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അങ്ങനെ ഇച്ഛകൾക്ക് കടിഞ്ഞാണിടാൻ നമുക്ക് സാധിച്ചാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവർക്കാണ് സ്വർഗം, അവർക്ക് മടങ്ങിപ്പോകാനുള്ള സ്വർഗത്തിലേക്കാണ്. സഹോദരന്മാർ, നമ്മൾ അറിയേണ്ടത് നമുക്ക് പോകാനുള്ള സ്വർഗത്തിലേക്ക് ചുറ്റുഭാഗം ഈ ഇച്ഛകളാണ്, ഈ ശഹവാത്തുകളാണ്. രക്ഷപ്പെടണം. നമുക്ക് രക്ഷപ്പെട്ടാൽ മാത്രമേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ചുള്ള ഖൗഫ് നമ്മുടെ ഉള്ളിലുണ്ടാകണം. എങ്ങനെ പടച്ചറപ്പിനെ കുറിച്ച് ഖൗഫ് ഉണ്ടാകുക, പേടി ഉണ്ടാകുക? അള്ളാഹുവിനെ കുറിച്ചുള്ള ഖൗഫ് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ആരാണ് അള്ളാഹ് എന്നറിയണ്ടേ? ഇപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ രോഗത്തെ ഭയപ്പെടുന്ന ആളുകളാണ്. ഏതെങ്കിലും ഒരു രോഗം പിടിപെടുമ്പോൾ ഡോക്ടറെ പറഞ്ഞ് കൃത്യമായി നിർദ്ദേശിക്കും, അത് തിന്നരുത്, അങ്ങോട്ട് പോകരുത്. ഇപ്പം ഇന്ന് രാവിലെ ഒരു 8 മണിക്ക് പോകുമ്പോൾ ഒരു മനുഷ്യൻ പുറത്തുള്ള ജിമ്മിൽ ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മഞ്ഞാണ്, കാരണം ഭയമാണ്. ഹാർട്ട് അറ്റാക്ക് വരും, അല്ലെങ്കിൽ കിഡ്നിക്കുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, പേടി, കാരണം ആ രോഗത്തെക്കുറിച്ച് അറിഞ്ഞു. ഇങ്ങനെ റബ്ബിനെക്കുറിച്ച് നമുക്കറിയാൻ സാധിച്ചാൽ ഖൗഫ് വരും. മഹാനായ ഇമാം ഇബ്നു ഖുദാമ റഹ്മഹുല്ലാ പറഞ്ഞൊരു വാചകമുണ്ട്, ഖുവ്വത്തുൽ മുറാഖബ ബിഹസ്ബി ഖുവ്വത്തിൽ മഅരിഫ. അള്ളാഹുവിനെ കുറിച്ചുള്ള മുറാഖബത്ത് നടത്തുക, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് ഖൗഫ്. വഖുവത്തുൽ ഖൗഫി ബിഹസ്ബി ഖുവത്തിൽ മഅരിഫ. ഖൗഫിൻ്റെ ശക്തി മഅരിഫത്തിൻ്റെ ശക്തി അനുസരിച്ചാണ്. എന്താ മഅരിഫത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ, നമുക്ക് എത്ര കണ്ട് റബ്ബിനെ ഭയമുണ്ടോ അത്ര കണ്ട് നമ്മൾ റബ്ബിനെ മനസ്സിലാക്കുന്ന മഅരിഫത്തുല്ലാഹ്. അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞാൽ അത്രക്ക് ഖൗഫ് നമുക്കുണ്ടാവും. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്, ഒരു സംഭവം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെ ഒരു വെള്ളിയാഴ്ച ദിവസം ഖുതുബ നിർവഹിക്കുകയാണ്. മിമ്പറിൽ കയറി ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ യഹൂദ പുരോഹിതന്മാർ പള്ളിയിലേക്ക് കയറി വന്നു. എന്നിട്ട് അവർ ചോദിച്ചു, യാ മുഹമ്മദ്, ഇന്നാ നജിദു ഇൻദനാ അന്നല്ലാഹ അസ്സ വജല്ല യുംസികു സ്സമാവാതി അലാ ഇസ്ബഅ. ജൂതന്മാരാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മുകളിലാണ്, മുഹമ്മദേ, ഞങ്ങളുടെ ഏടുകൾ ഞങ്ങൾ കാണുന്നുണ്ട്. എന്താ കാണുന്നത്? നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെ മുഴുവൻ അവൻ്റെ ഒരു വിരലിൽ ഒതുക്കും. വൽ അർളീന അലാ ഇസ്ബഅ, ഭൂമി മുഴുവൻ പടച്ച റബ്ബിന്റെ അവൻ്റെ ഒരു വിരലിൽ പിടിക്കും അവൻ. വശജറു അലാ ഇസ്ബഇൻ, ലോകത്ത് കാണുന്ന മുഴുവൻ മരങ്ങളും പടച്ച റബ്ബിന്റെ ഒരു വിരലിൽ ഒതുക്കും. വൽമാഉ വസ്സറു അലാ ഇസ്ബഇൻ, ലോകത്തുള്ള മുഴുവൻ ജലവും മണ്ണും പടച്ച റബ്ബിന്റെ ഒരു വിരലിൽ പിടിക്കും. വൽ ഖലായിഖ അലാ ഇസ്ബഇൻ, ശേഷം മറ്റുള്ള എല്ലാ സൃഷ്ടികളെയും പടച്ച റബ്ബ് ഒരു വിരലിൽ ഒതുക്കും, ഒരു വിരലിൽ. ثم يهزهن ويقول انا الملك, എന്നിട്ട് ഇതിനൊക്കെ കൂട്ടി പിടിച്ചുകൊണ്ട് ഒരു കുലുക്കൽ കുലുക്കും എന്നവർ. ജൂതന്മാരാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, എന്നിട്ട് ഇതൊക്കെ പിടിച്ചിട്ട് അള്ളാഹ് ഒരൊറ്റ കുലുക്കലാണ്. അങ്ങനെ അവരൊറ്റ കുലുക്കം കുലുക്കിയിട്ട് പറയും, അനൽ മലിക്, ഞാനാണ് രാജാവ്. ഇത് ശരിയാണോ മുഹമ്മദേ? ഇത് ശരിയാണോ? ഈ യഹൂദ പുരോഹിതന്മാരുടെ ഈ ചോദ്യം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്നുകൊണ്ട് ഫളഹിക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത് നവാജിദുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അണപ്പല്ല് കാണുന്ന രൂപത്തിൽ പുഞ്ചിരിച്ചു എന്നാണ് പറഞ്ഞത്. ആ പുഞ്ചിരിച്ചതിൻ്റെ അർത്ഥം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയാൻ, അത് സത്യമാണ് എന്നാണ് റസൂൽ പറഞ്ഞത് എന്നാണ്.
സത്യമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ചൊരായത്ത് ഓതി. അതാണ് ഞാൻ ആദ്യമായി ഓതി വെച്ചായത്. സൂറത്തു സുമറിലെ 67-ാമത്തെ വചനം. അത് വല്ലാത്ത ആയത്താണ്. അത് വീട്ടിൽ പോയി പരിഭാഷ ഉണ്ടെങ്കിൽ ഒന്ന് മറിച്ച് നോക്കി, വിശദീകരണം ഉണ്ടെങ്കിൽ. എന്താ? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂ. വല്ലാത്ത ആയത്താണ്. എന്താണ്? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയിട്ടില്ല. ആരാ അവർ? ഞാനും നിങ്ങളുമാണ്. അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയിട്ടില്ല. വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഭൂമി മുഴുവൻ അവന്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങും. വിശുദ്ധ ഖുർആനാണ്, നോവലല്ല. വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ. ഈ ഭൂമി മുഴുവൻ പടച്ചറബിന്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങും. വസ്സമാവാതു മത്വിയാതുൻ ബിയമീനി. 7 ആകാശങ്ങളെയും ആ ആകാശങ്ങൾ കാണുന്ന ഗോളങ്ങളെ മുഴുവനും അവന്റെ വലത് കയ്യിൽ ചുരുട്ടിപ്പിടിക്കും. മത്വിയാത്ത് ഏടുകളാണ്, ലഘുലേഖ ചുരുട്ടിപ്പിടിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളെ അവന്റെ വലത് കയ്യിൽ ചുരുട്ടിപ്പിടിക്കും. എന്നിട്ടോ എന്തിൽ തോന്നി നമുക്ക് ഇത് കേൾക്കുമ്പോൾ? സുബ്ഹാന. ഇത് കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? സുബ്ഹാന. നമുക്ക് പറയാൻ തോന്നിയോ? നമ്മൾ പോയി ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? 7 ആകാശങ്ങൾ എങ്ങനെ ഇപ്പോൾ ഒരു കയ്യിൽ പിടിക്കുക? ഈ ഭൂമി നമ്മൾ അവിടെ ഉള്ളപ്പോൾ. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അവൻ മഹാപരിശുദ്ധനാണ്, അത്യുന്നതി പ്രാപിച്ചവനാണ്. സൂറത്തു സുമറിലെ 67-ാമത്തെ ആയത്താണ്. ഞാനിപ്പോൾ ആയത്ത് ഓതി. എന്തെങ്കിലും സംഭവിച്ചോ? എനിക്ക് സംഭവിച്ചോ? ഈ കേൾക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? എന്നാ കേൾക്കണോ കഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മിമ്പറിൽ വെച്ച് ഈ ആയത്ത് ഓതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുന്ന മിമ്പർ വിറച്ചു എന്നാ പറഞ്ഞത്. വിറച്ചു. സഹാബത്ത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി ഈ മിമ്പറും ഇളകി ഞങ്ങളുടെ മുകളിലേക്ക് വീഴുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു എന്നാ. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഈ മിമ്പർ ഇളകിയോ? എന്താ സംഭവം? നമുക്ക് അള്ളാഹിനെ അറിയില്ല. അല്ലാ എന്ന് കേട്ടാൽ നമുക്കുണ്ടാവേണ്ടത് എന്താണ്? അത് അള്ളാഹ് പറഞ്ഞു, വജിലത്തു ഖുലൂബുഹും. അവരുടെ ഹൃദയങ്ങൾക്ക് വിറയലുണ്ടാവും അള്ളാഹ് എന്ന് കേട്ടാൽ. എന്ത് പറയില്ല നമുക്കുണ്ടായത്? എന്താ സംഭവം? സത്യമാണ്, നമുക്കറിയില്ല അള്ളാഹിനെ. സഹോദരങ്ങളെ, അള്ളാഹ് എന്ന് കേട്ടാൽ എന്തെങ്കിലും ഒരു വികാരം നമുക്കുണ്ടാകണ്ടോ? അല്ലാഹു അക്ബർ എന്ന് കേട്ടാൽ ദിവസവും പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ വിളിച്ചു പറയും അല്ലാഹു അക്ബർ. ഈ അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ പത്രം വായിക്കുന്നവൻ പത്രം വായിക്കുന്നതാണ്, ന്യൂസ് കാണുന്നവൻ ന്യൂസ് കാണുന്നതാണ്, വിനോദങ്ങളിൽ ഏർപ്പെട്ടവൻ കളിക്കുന്നതാണ്, വാട്സപ്പിൽ പരന്ന് തന്നെയാണ്. എന്താണ്? അള്ളാഹിനെ അറിയില്ല സഹോദരന്മാരെ. അന അഅലമുകും ബില്ലാഹ് വ അശദ്ദുകും ലഹു ഖശിയ. റസൂലുള്ളാഹി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അറിയുന്നവൻ. യാ സലാം. ഞാനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അറിയുന്നവൻ. അതുകൊണ്ട് ഇന്നമാ അന വ അശദ്ദുകും ലഹു ഖശിയ. അതുകൊണ്ട് തന്നെ ഞാനാണ് നിങ്ങൾ വെച്ച് ഏറ്റവും അധികം പടച്ചറബിനെ ഭയപ്പെടുന്നവൻ. എന്താ മനസ്സിലായി? അള്ളാഹുവിനെ എത്ര കണ്ട് അറിയുന്നുവോ അത്ര കണ്ട് ആ പടച്ചറബിനെ ഭയപ്പെടും. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. ആരാണ് പടച്ചറബിനെ ഭയപ്പെടുക എന്ന് അള്ളാഹ് പറയാം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഖൗഫ്, ഭയം ആർക്കാണ് ഉണ്ടാകുക? അൽ ഉലമാ. ഉലമാക്കൾക്ക് ഉണ്ടാവുള്ളൂ. ആരാ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ? നമുക്ക് കുറേ ഉലമാക്കളും കണ്ടില്ലേ? തൊപ്പി വെച്ചവനാ, താടി വെച്ചവനാ, കന്തൂറിട്ടവനാ? അതല്ല, മറിച്ച് അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞവൻ, അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചവൻ, അള്ളാഹുവിനെ മനസ്സിലാക്കിയവൻ, അവനാണ് അൽ ഉലമാ. അവനാണ് ഏറ്റവും കൂടുതൽ പടച്ചറബിനെ ഉണ്ടാകുക. അതുകൊണ്ട് സഹോദരങ്ങളെ,
അള്ളാഹുവിനെക്കുറിച്ച് അറിയാനുള്ള അവസരം കിട്ടിയാൽ ഉപയോഗപ്പെടുത്തുക, അല്ലാതെ ഒരു രക്ഷയില്ല. പടച്ച റബ്ബിനെക്കുറിച്ചുള്ള ഖൗഫ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ അള്ളാഹ് നമ്മൾ അറിയണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മളൊക്കെ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. ഒരു മരത്തിൻ്റെ ഒരു കൊമ്പിലിരിക്കുന്ന കിളിയെ നോക്കി പറഞ്ഞില്ലേ, ഒരു മരത്തിൻ്റെ കൊമ്പിൽ കിളി ഇങ്ങനെ ഇരിക്കുകയാണ്. മാ അൻഅമക യാ ത്വയ്ർ, അല്ലയോ പക്ഷി നീ എത്ര ഭാഗ്യവാനാണ്, നീ എത്ര ഭാഗ്യവാനാണ്. തഅകുലു വതശ്റബ്, നീ തിന്നുന്നു കുടിക്കുന്നു. വതതീർ, നീ പറന്നു പോകുന്നു. വലൈസ അലൈക ഹിസാബ്, നിനക്കൊരു ഹിസാബുമില്ല. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം കരഞ്ഞു പോയി എന്നാണ് മനസ്സിലാക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മൾ പടച്ച റബ്ബിനെ അറിയണം. അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഖൗഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഊസിക്കും സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുക. അപ്പോൾ സഹോദരന്മാരെ, അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി ഖൗഫ് നമുക്കുണ്ടാകണമെങ്കിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കിയത് ആരാണ് അള്ളാഹ് എന്നറിയലാണ്. ഇനി രണ്ടാമത്തത്, പടച്ച റബ്ബിനെക്കുറിച്ചുള്ള ഖൗഫ് പേടി നമുക്കുണ്ടാകണമെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മൾ തദബ്ബുർ ചെയ്യണം. തദബ്ബുർ ചെയ്യാം. അള്ളാഹു എന്തിനാ ഖുർആൻ തന്നത്? അള്ളാഹു എന്തിനാ ഖുർആൻ തന്നത്? വെള്ളിയാഴ്ച സൂറത്ത് കഹ്ഫ് പാരായണം ചെയ്യാൻ മാത്രം. നമ്മളൊക്കെ വെള്ളിയാഴ്ച സൂറത്ത് അൽ കഹ്ഫ് പാരായണം ചെയ്യാറുണ്ട് അല്ലേ? പക്ഷേ ആ അൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടില്ല, ആ അൽ കഹ്ഫിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്, ഒരുപാട് കഥകളുണ്ട്. ഏതെങ്കിലും ഒന്ന് നമ്മളെ സ്വാധീനിച്ചോ? എത്ര കാലമായി വെള്ളിയാഴ്ച ദിവസം അൽ കഹ്ഫ് പാരായണം ചെയ്യാൻ തുടങ്ങി? അത് പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഈ അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ എന്നെയും നിങ്ങളെയും ആ അൽ കഹ്ഫ് സൂറത്തിൽ പറഞ്ഞ് ഏതെങ്കിലും ഒരു കഥ സ്വാധീനിച്ചോ? ഓതുമ്പോൾ ശ്രദ്ധിച്ച നമ്മൾ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. അൽ കഹ്ഫിലാണ്. സ്വത്തും സമ്പാദ്യവും സന്താനങ്ങളുമൊക്കെ ഈ ഹലോക ജീവിതത്തിൻ്റെ സൗന്ദര്യമാണോ ഓതുന്നവനോടാണ് പറഞ്ഞത്. ഇതില്ലാത്തവർക്ക് അതിൻ്റെ വില അറിയുള്ളൂ. സ്വത്തും സമ്പാദ്യവും സന്താനങ്ങളില്ലാത്തവർക്ക് വില അറിയുള്ളൂ. എന്നാൽ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബ നമ്മൾ വായിച്ചില്ലേ? പക്ഷേ ബാക്കിയാകുന്ന ഒരുപാട് സാലിഹാത്തുകളുണ്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിഞ്ഞു നമുക്ക്. അപ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആനെ തദബ്ബുർ ചെയ്യണം. അതായത് തദബ്ബുർ ചെയ്യുന്ന ഖുർആൻ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങണം. ഖുർആൻ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ച് ആഗ്രഹിച്ചുകൊണ്ടും ആയിരിക്കണം. ഖുർആൻ ഓതിയാ കൂലി കിട്ടുമെന്നില്ല, അതല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിയാലേ നമുക്ക് തദബ്ബുർ കിട്ടുള്ളൂ, ഖൗഫ് കിട്ടുള്ളൂ. അള്ളാഹ് വളരെ കൃത്യമായി ചോദിച്ചില്ലേ നമ്മളോട്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അള്ളാഹ് എന്തെങ്കിലും തരുമോ? ഒന്നും തരൂല. ആരോടാ ചോദ്യം? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഇതാരോടാണ് ചോദ്യം? അറബി ഭാഷ പഠിച്ചവരാടാ? അറബിയിൽ PhD എടുത്ത ആളുകളോടാ? അല്ലെങ്കിൽ അറബി നാട്ടിൽ ജനിച്ചവരോടാ? അല്ല, മറിച്ച് എല്ലാവരോടും ചോദിക്കണം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. നിങ്ങൾ ദിക്റിന് സന്നദ്ധമാണോ? എന്നാ ഖുർആൻ നിങ്ങൾക്ക് എളുപ്പാവും. ആരാ ഖുർആൻ പഠിക്കാൻ? അപ്പം അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങണം. വിശുദ്ധ ഖുർആൻ ഉള്ളിലേക്ക് ഇറങ്ങിയാലേ നമുക്ക് ഭയം ഉണ്ടാവുള്ളൂ. ഉണ്ടാവും. ആ ഭയം ഉണ്ടാകുമ്പോൾ മാത്രമേ പടച്ച റബ്ബിനെ അറിയുള്ളൂ, ആരാണ് അള്ളാഹ്. അതിലൂടെ മാത്രമേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഈ ഹറാമുകളിൽ നിന്ന്, അപ്പം നമ്മുടെ കയ്യിലൊക്കെ സാധനം അതല്ലേ,
ഈ രൂപത്തിൽ ഹറാമുകളിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഒരൊറ്റ മാർഗം പടച്ചറപ്പിനെ കുറിച്ച് പേടി മാത്രമാണ്. അല്ലാതെ എന്ത് പഠിച്ചിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ആ ഹൗഫ് ഉണ്ടാകാൻ വേണ്ടി എപ്പോഴും നമ്മൾ പ്രവർത്തിക്കണം. പടച്ചറപ്പിനെ കുറിച്ചുള്ള ഹൗഫുണ്ട്, എന്തൊക്കെ മാർഗമുണ്ടോ ഒക്കെ സ്വീകരിക്കണം. ഈ സെക്കൻഡിൽ ഞാൻ മരണപ്പെട്ടു പോയി എവിടെയായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കുന്ന ആരെങ്കിലും? വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി, അതായത് സത്യനിഷേധിയുടെ മരണത്തെക്കുറിച്ചും സത്യവിശ്വാസിയുടെ മരണത്തെക്കുറിച്ചും കൃത്യമായി പറയും. നമ്മൾ ഓതിന് പോകില്ലേ? അതുകൊണ്ട് പഠിക്കുക സഹോദരങ്ങളെ, ഖുർആൻ ഹൃദയത്തിലേക്ക് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും വിശുദ്ധ ഖുർആൻ്റെ അള്ളാഹിൻ്റെ സംസാരം നിങ്ങൾ ആലോചിച്ചോളൂ. അള്ളാഹുവിൻ്റെ സംസാരം എനിക്കറിയില്ല എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും വലിയ അപമാനം വേറെ എന്താണ് ഇതിലുണ്ടോ? അതുകൊണ്ട് നമുക്ക് വേണ്ടി പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ പടച്ചറബിനെ കുറിച്ചുള്ള ഖൗഫ്, ഭയം ഉള്ളിൽ നിറച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അവൻ്റെ സ്വർഗത്തിലാണ് എന്ന മഹാഭാഗ്യവാന്മാർ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. റഹ്മുർ-റഹീമീനായ റബ്ബേ, ഒരുപാട് രോഗത്തിൻ്റെ അടിമയായ ആളുകളുണ്ട്. അള്ളാഹുവേ, അവരുടെ എല്ലാവരുടെ രോഗം നീ പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരന്മാരുണ്ട്. അള്ളാഹുവേ, അവരുടെ എല്ലാവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ രോഗങ്ങൾ പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മുർ-റഹീമീനായ റബ്ബേ, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു സന്മനസ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഉസ്താദുമാർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നീ ഈ ലോകത്ത് ഞങ്ങൾക്ക് നിശ്ചയിച്ച ആയുസ് അവസാനിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണേ റഹ്മാനെ. اللهم يغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم توفنا مسلما وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد.